സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ വരാനായിട്ട് പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൊച്ചിയിലെ ആഡംബര കാർ ഇറക്കുന്നതിനിടെ ആ ഷോറൂം ജീവനക്കാരൻ മരണപ്പെട്ടതും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ പറയുന്ന ലാൻഡ് റോവർ എന്ന് പറയുന്ന കാർ ഇറക്കിയത് CITയിലെ ചുമട്ടുതൊഴിലാളിയാണ്. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ ഒരു പ്രസിഡന്റോ ആരോ ഒരുത്തം വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് 15-13 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ വാഹനം ഇറക്കിയത്. സാധാരണ ഹെഡ് ലോഡ് വർക്ക് ചെയ്യുന്ന ആളല്ല ഇത് ഇറക്കാനായിട്ട് പോയത്. ഈ കാർ ഓടിച്ച് നല്ല പരിചയമുള്ള അല്ലെങ്കിൽ 15 വർഷമായിട്ട് ഈ ഷോറൂമിലെ വാഹനം ഇറക്കുന്ന ഒരു യുവാവാണ് ഈ വാഹനം ഇറക്കിയത്. പക്ഷേ വാഹനത്തിന്റെ ചില സാങ്കേതിക തകരാറ് മൂലമാണ് ആ ഒരു സംഭവം ഉണ്ടായതെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതിലൊന്നും അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളിലൊന്നും ആ യുവാവ് മരണപ്പെട്ടതിന്റെ ഒരു വിഷമമൊന്നും ഇവരുടെ മുഖത്തൊന്നുമില്ല. അവൻ മരിക്കേണ്ടവനായിരുന്നു എന്നുള്ള ചിന്താഗതി പോലെയാണ് ഇവരുടെയൊക്കെ സംസാരം. അവൻ മരിച്ചത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന തന്തയില്ലാത്ത CIT എന്ന് പറയുന്ന യൂണിയനിലുള്ളവൻ വാഹനം ഇടിച്ചു കയറ്റിയവൻ മരിച്ചതാണ്. ആ വാഹനം പുറമോട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു, പോയി അവിടെ ഇവിടെയൊക്കെ ഇടിക്കുന്നു. ഓട്ടോമാറ്റിക് കാറാണ്. തലയിൽ ചുമട്ടും കൊണ്ട് നടക്കുന്ന, തലയിൽ ചുമട്ടെടുക്കുന്നവൻ എന്തറിയാം ഈ കാറിനെ പറ്റി? എല്ലാ പണിയും ചെയ്യണമെന്നുള്ളൊരു ധാർഷ്ട്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് എൻ്റെ ഈ കൈകളിൽ കൂടി നടന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ളവർ ചെയ്താൽ മതി എന്നുള്ളൊരു ധാർഷ്ട്യമാണ് ഈ പറയുന്ന CIT എന്ന് പറയുന്ന തൊഴിലാളി യൂണിയനിൽ അല്ലെങ്കിൽ ആ ഒരു സംഘടന മുന്നോട്ട് വെക്കുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ മാത്രം ചെയ്യാൻ പാടുള്ളൂ. അത് വേറെ ആൾ ചെയ്യാൻ വന്നാൽ ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളൊരു സാധനം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഒരു സാധനം കൊണ്ട് നമ്മൾ പോകാം. നമ്മുടെ വീട്ടിലൊരു 5-6 പേരൊക്കെ ഉണ്ട്. ഓക്കെ, ആ സാധനം ഇറക്കാനായിട്ട് കഴിവുള്ള ആണുങ്ങൾ 5 പേരുണ്ട്. ഈ 5 പേരെ കൊണ്ട് പോലും സാധനം ഇറക്കിപ്പിക്കത്തില്ല. ഞങ്ങൾ ഇറക്കിക്കോളാം എന്നുള്ളൊരു ധാർഷ്ട്യം കൊണ്ട് ഇവന്മാർ അവിടെ എത്തും. നമ്മൾ സാധാരണ ഒരാൾക്ക് നമുക്ക് വയ്യെങ്കിൽ ഓക്കെ, നമ്മൾ ഒരാൾക്ക് ഒരു പണി കൊടുക്കാം, അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് കൊടുക്കാം പൈസയും കൊടുത്തിട്ട്. ഇതങ്ങനെയല്ല. ഇത് സാധനം കൊണ്ട് ചെന്നാൽ ഉടനെ ഓടിയെത്തും. ഈ കഴുകന്മാർ ഇറച്ചി കൊത്തി തിന്നാൻ വരുന്ന പോലെ, ഈ പഴങ്ങളിലേക്ക് ഈച്ചയിരിക്കുന്ന പോലെ, ഈ പറയുന്ന ചാണകത്തിൽ വണ്ട് പോലെ ഇങ്ങനെയൊക്കെ ഓടി ഇങ്ങെത്തും. സാധനം അവിടെ വീണിട്ടുണ്ട്, ഓടി വാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങെത്തും. അപ്പോൾ എത്തിയിട്ട് ഇവന്മാർ ചെയ്യുന്നത് എന്താ? സാധനം ഞങ്ങൾ ഇറക്കിക്കോളാം എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങും. പിന്നീട് അത് ഇറക്കിയില്ലെങ്കിൽ, അല്ലെ ഇറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും ചെയ്യും. ഇനി അത് ഇറക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, പക്ഷേ അത് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അനുമതി വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ കിട്ടണം, നോക്കൂലി കിട്ടണം എന്നുള്ളൊരു മനോഭാവം. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറയുന്ന ഹെഡ് ലോഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന CIT എന്ന് പറയുന്ന തൊഴിലാളികൾ കാണിക്കുന്ന എല്ലാ പരിപാടികളും ഇത് തന്നെയാണ്. ഇന്നലകളിലും ഇന്നുമെല്ലാം നമ്മൾ കാണുന്ന സെയിം അവസ്ഥ തന്നെയാണ്. നമുക്കൊരു സാധനം നമ്മുടെ ഫ്രീഡത്തിൽ നമുക്ക് ഇഷ്ടത്തിന് ഇറക്കാനായിട്ട് ഇവന്മാർ സമ്മതിക്കത്തില്ല. അത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാണെങ്കിൽ ഇവന്മാർ തന്നെ ഇറക്കണം. എന്തൊരു നയമാണ്, അല്ലെങ്കിൽ എന്തൊരു നിയമമാണിത്? ഇത് ഇങ്ങനെയാണോ ഈ പറയുന്ന CIT എന്ന് പറയുന്ന യൂണിയൻ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഇതാണോ ഇവരുടെ അജണ്ട? ഇതിലും ഭേദം പരിപാടി നിർത്തിയിട്ട് കക്കാൻ പോകുന്നതാ. നീയൊക്കെ ചെയ്യുന്ന ഒരു തരത്തിലെ ഈ പിടിച്ചുപറി തന്നെയാണ്. എന്താണ്? ഈ സാധനം ഇറക്കിയില്ലെങ്കിൽ, ഞങ്ങൾ ഇറക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇറക്കത്തില്ല, നിങ്ങൾ ഇറക്കണ്ട, നിങ്ങൾ അവിടെ കിടന്ന സാധനം നശിച്ചു പോയാലും നിങ്ങൾ ഇറക്കണ്ട. ഇറക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോക്കൂലി തരണം. ഈ കക്കാൻ പോകുന്നവൻ എന്താ ചെയ്യുന്നത്? അടിച്ചു മാറ്റും, അനുമതിയില്ലാതെ അടിച്ചു മാറ്റും. ഇവരെന്താ ചെയ്യുന്നത്? സർക്കാരിൻ്റെയും അതേപോലെ നിയമപാലകരുടെ എല്ലാ അനുമതിയോടുകൂടി ഡയറക്റ്റ് പകൽ വെളിച്ചത്തിൽ കക്കാൻ ഇറങ്ങും. അതാണ് CIT എന്ന് പറയുന്ന തൊഴിലാളികൾ ചെയ്യുന്നത്. ഈ തന്തയില്ലായ്മ കാരണം ആ പാവം പിടിച്ച ഒരു കുടുംബത്തിൽ പാവം പിടിച്ചൊരു പയ്യൻ മരിച്ചുപോയി. അതിനെപ്പറ്റി ഒന്നും ഇവർക്കൊന്നും പറയാനില്ല. ഇവർക്ക് പറയാനുള്ളതല്ല കാറിന്റെ പ്രശ്നങ്ങളും കാറിന്റെ ഈ തകരാറും അല്ലെങ്കിൽ കാറിന്റെ സാങ്കേതിക തകരാറുകളെ പറ്റിയാണ്. അപ്പോൾ ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ CITയിൽ ആ ഏരിയയിലുള്ള ഒരു സെക്രട്ടറി ആരോ ഒരുത്തം വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന CITയിലെ തൊഴിലാളിയാണ് ഈ വാഹനം ഇറക്കിയത്. ഹെഡ് ലോഡ് വർക്കിലുള്ള ആളല്ല. ഈ കാർ ഇറക്കി നല്ല പരിചയമുള്ള ഒരാളാണ്. കാർ ഇറക്കിയ പരിചയമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഇത്രയും വലിയ 4.5 കോടി രൂപയോളം വില മതിക്കുന്ന ഒരു വാഹനമായിട്ടുള്ള ലാൻഡ് റോവർ, ഓട്ടോമാറ്റിക് കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് സെൻസറിൽ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു വണ്ടി ഇറക്കിയുള്ള കഴിവ് അവനില്ല. അതിന് അറിവും വിവേകവും ഉള്ള വൈദഗ്ധ്യമുള്ള ഒരാൾ വേണം പോകാനായിട്ടല്ല. അല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ ഒഴിവിലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തിയ ഒരു ജോലിയും കിട്ടിയിട്ട് ആ ജോലി തൊഴിലാളി യൂണിയനാണ്, അതായത് ഹെഡ് ലോഡ് വർക്കേഴ്സാണ്. ഇവർക്ക് ചെയ്യാനുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടുപോയി ഇറക്കുക, അങ്ങനെയുള്ള ജോലി. അതിനെ തരം താഴ്ത്തി പറയുന്നതല്ല. പക്ഷേ ഇവർ കാണിക്കുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കാണ് മേധാവിത്വം, അല്ലെങ്കിൽ ഇവരാണ് ഇവിടെ ഈ നാട് ഭരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവരുടെ പരിപാടി. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവർ തന്നെയാണ് നാട് ഭരിക്കുന്നത്. ഈ പറയുന്ന പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു യൂണിയനാണ് CIT എന്ന് പറയുന്നത്. ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആരെങ്കിലും പങ്കാളിയിടാൻ വരും. എനിക്കൊരു കോപ്പുമില്ല. തന്തയില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ അതിനെ തന്തയില്ലായ്മയാണെന്ന് തന്നെ പറയും. അതിനി എത്രയൊക്കെ വായി അടച്ചു പൂട്ടാൻ ശ്രമിച്ചാലും. അപ്പോൾ ഇതിൽ ഇന്നലെ പറഞ്ഞ ആ ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ പറയുന്ന ആ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള യൂണിയനിൽ ഏതോ ഒരാൾ വന്നിട്ട് പറയുകയുണ്ടായത് ഇവൻ 13 വർഷമായിട്ട് സാധനം ഇറക്കുന്നത്, അതുകൊണ്ട് അവൻ്റെ ഭാഗത്ത് തെറ്റല്ല, സാധനത്തിന്റെ പ്രശ്നമാണ്, വാഹനത്തിന്റെ പ്രശ്നമാണെന്നാണ്. ആ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം ഇന്ന് തൊഴിലാളി യൂണിയൻ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്, അവരുടെ നയം എന്താണെന്നുള്ളതുകൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. CITU കാർ ഡ്രൈവേഴ്സ് യൂണിയൻ ഇടപ്പള്ളി മേഖലാ സെക്രട്ടറി NP തോമസ് പറഞ്ഞു. കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ഈ വണ്ടി ഇറക്കുന്ന അൻഷാബ് എന്ന് പറഞ്ഞ തൊഴിലാളിയാണ് ഈ അപകടം നടന്ന ദിവസവും വണ്ടി ഇറക്കാൻ പോയത്. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ്റെ തൊഴിലാളികളല്ല ചെയ്യുന്നത്. കാരണം ഞങ്ങൾ 30 വർഷമായിട്ട് ഈ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. നമുക്ക് ജില്ലാ യൂണിയൻ്റെ അംഗീകാരമുണ്ട്. അത് രജിസ്റ്റേർഡ് യൂണിയനാണ്, CITUവിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ പറയുന്നത് CITയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഹെഡ് ലോഡ് വർക്കേഴ്സിന്റെ കൂട്ടത്തിൽ വരുന്ന ആളല്ല. ഇവർ വാഹനം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണെന്നാണ്. ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല ഈ CIT എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ യൂണിയനിൽ കാർ ഇറക്കാൻ വേണ്ടി ഷോറൂം ജീവനക്കാർക്ക് സഹായമായിട്ട് താങ്ങായിട്ട് നിൽക്കുന്ന ഒരാളിനെ.
അങ്ങനെ ഒരു സംഘടന ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. അത് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഇയാൾ പറയുന്നത് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഹെഡ് ലോഡ് വർക്കുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ ഇവരാണ് 30 വർഷമായിട്ട് ഇവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതൊരു ഷോറൂം ആണെങ്കിലും ആ ഷോറൂമിൽ വരുന്ന എല്ലാ വാഹനങ്ങളെ പറ്റിയും, അത് ഇപ്പോൾ 800 തുടങ്ങി അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് കാർ ഏതാണോ അതിനെപ്പറ്റി എല്ലാം കൃത്യമായിട്ടുള്ള ധാരണയും അറിവുമുള്ള ഒരു വ്യക്തിയായിരിക്കും ആ ഷോറൂമിലുള്ള ജീവനക്കാരെന്ന് പറയുന്നത്. അതിനെപ്പറ്റി അവർ തിയറിയും പഠിച്ച് പ്രാക്ടിക്കലും പഠിച്ചിട്ടിരിക്കുന്നവരാണ്. അവർക്ക് പോലും അവരെ പോലും ഇറക്കാൻ സമ്മതിക്കാതെ ഇവർ കയറി തന്തയില്ലായ്മ കാണിച്ചത് എന്തിൻ്റെ പേരിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് വൈദഗ്ധ്യമാണ് ഇവന്മാർക്കുള്ളത്? ഇവന്മാർ പോയിട്ട് പഠിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ലാൻഡ് റോവറിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത്, എഞ്ചിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ? സാധാരണ അംബാസഡർ 800 മോൾട്ടോയൊക്കെ എടുത്തിട്ട് ഓടിക്കുന്ന പോലല്ല ഈ ലാൻഡ് റോവർ എന്ന് പറയുന്ന വാഹനം എടുത്തിട്ട് ഓടിക്കുന്നത്. വാഹനത്തിൻ്റെ മഹിമയെ പറയുന്നതല്ല. എന്നിരുന്നാൽ തന്നെയും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ ചെയ്യണം. പണ്ടത്തെ പഴഞ്ചൊല്ലുണ്ട്, ഓരോ നെല്ലിലും അവനവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഹെഡ് ലോഡ് വർക്കേഴ്സ് കിട്ടുന്ന എല്ലാം ഞങ്ങൾക്ക് വേണമെന്നുള്ളൊരു ആക്രാന്തത്തിൻ്റെ പേരിലാണ് ഈ പരിപാടി ചെയ്യുന്നത്. അത് കാരണം എന്താ സംഭവിച്ചത്? ഒരു പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോയി. ഞാൻ ഈ പറയുന്നതിൻ്റെ വിഷയം വേറൊന്നുമല്ല. ആ ഒരു പാവം പിടിച്ച യുവാവിൻ്റെ ജീവൻ പോയിട്ടും, ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ആ പാവം പിടിച്ച യുവാവ് പോയിട്ടും അവൻ്റെ കുടുംബത്തെ പോയി സന്ദർശിക്കാനോ അവർക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം ചെയ്യാനോ ഒന്നും CITU യൂണിയനിലുള്ള ഒരാൾ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത. അവർക്ക് പറയാനുള്ള എല്ലാം ഈ കാറിൻ്റെ കുഴപ്പങ്ങളും അതേപോലെ തന്നെ ഈ പറയുന്ന ഷോറൂം ജീവനക്കാരുടെ ആരോപണങ്ങൾക്കെതിരെയൊക്കെയാണ് പറയാനുള്ളത്. ഒരു ജീവൻ പോയാൽ ഒന്നും ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എന്താണ് ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്നത്, ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതിൽ അവർ പറയുന്നത് CITU എന്ന് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇവർ ചെയ്തിരിക്കുന്നതിൽ അത് ഈ പറയുന്ന ഷോറൂം ജീവനക്കാരുടെ ആരോപണങ്ങളാണ് എന്നൊക്കെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ഷോറൂം ജീവനക്കാരുമായിട്ട് തല്ലുണ്ടാക്കി വഴക്കുണ്ടാക്കിയതിന് ശേഷമായിരിക്കണം ഇവനൊരു പക്ഷേ കാർ ഇറക്കിയത്. ആ കാർ ഇറക്കിയതിൻ്റെ വൈരാഗ്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ വൈരാഗ്യത്തിലായിരിക്കണം ഈ പറയുന്ന യുവാവിനെ വണ്ടി ഇടിച്ച് കൊന്നതും. അങ്ങനെ ആയിക്കൂടെ? ഈ കേസ് എന്താണെന്നുള്ളത് ഇപ്പോഴും അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. ആദ്യം ഈ പറയുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു, പിന്നീട് അതിനുശേഷം ഇപ്പം നരഹത്യക്ക് തന്നെ കേസെടുത്തിരിക്കുകയാണ്. അതെന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിച്ച് വരികയാണ് ഇപ്പോഴും. ഞാനീ പറഞ്ഞ രീതിയിലും ഇവന്മാരുടെയൊക്കെ തന്തയിലായ്മയും കൊള്ളരുതായ്മകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പം ഞാൻ ആ വാർത്ത ഒന്ന് പ്ലേ ചെയ്യാം. ഡീലർമാരുടെ ആരോപണം ചുമട്ടുതൊഴിലാളി യൂണിയൻ നിഷേധിക്കുകയാണ്. വാഹനം ഇറക്കിയത് ചുമട്ടുതൊഴിലാളി അല്ലെന്നും തൊഴിലാളികളുടെ മേൽ വെച്ച് കെട്ടാൻ ശ്രമമെന്നും ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മണിശങ്കർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. രണ്ട് തരത്തിലാണ്. ഒന്ന്, CITUവിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഒന്ന്, എറണാകുളം ജില്ലയ്ക്കകത്ത് എവിടെയും കാറ് കയറ്റിറക്ക് ചുമട്ടുതൊഴിലാളികൾ നടത്താറില്ല. അത് ഷോറൂമുകൾ ആരംഭിച്ച കാലത്ത്, അത് ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് യൂണിയന്റെ, ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവർ കാറ് ഡ്രൈവറെ ഓടിച്ച് താഴേക്കിറക്കി കൊണ്ടുപോകുന്നത് അന്ന് ഈ നോക്കുകൂലി വിവാദമൊന്നും ഉണ്ടാകാത്ത കാലത്താണെങ്കിൽ പോലും പണിയെടുക്കാതെ കൂലി വാങ്ങിക്കുന്ന രീതിയോട് യോജിപ്പില്ല എന്നുള്ളതുകൊണ്ട് കാർ ഷോറൂമുകളിൽ ഒന്നും നമ്മൾ ജോലി ചെയ്യേണ്ടതില്ല എന്ന് പൊതുവായി ജില്ലക്കകത്ത് അന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളതാണ്. പണിയെടുക്കാതെ കാശ് വാങ്ങുന്നതിൽ യോജിപ്പില്ലാന്ന്. പിന്നെ നോക്കുകൂലി എന്താണ് സാറേ? നോക്കുകൂലി എന്ന് പറയുന്ന സാധനം പണിയെടുത്തിട്ടാണോ ചെയ്യുന്നത്? ശരിയാ, കണ്ണിന് നല്ല സ്ട്രെയിൻ കൊടുക്കണം അല്ലേ? നാണമുണ്ടോടോ ഇങ്ങനെയൊക്കെ വന്നിട്ട് വ്യാഖ്യാനിക്കാനായിട്ട്? CITU എന്ന് പറയുന്ന ഒരു യൂണിയനിൽ അങ്ങ് ഇരിക്കുന്ന ഒരുത്തനാണെന്നാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് പറയാണ് ഈ പണിയെടുക്കാതെ കാശ് വാങ്ങിക്കുന്നതിനോട് ഞങ്ങൾക്കൊരു യോജിപ്പില്ല. അപ്പോൾ ഇവന്മാർ കാണിക്കുന്ന തന്തയില്ലായ്മ നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ CITU ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കാണിക്കുന്ന തന്തയില്ലായ്മ നിങ്ങൾ കാണുന്നില്ലേ? അതിൽ ഞാൻ നല്ലവരെ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു, 50% നല്ല ആളുകളാണെങ്കിൽ ബാക്കിയുള്ള 50% ചെറ്റകളാണ്. ഈ ചെറ്റകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നല്ല ആളുകളെ പറ്റി ഒന്നും എനിക്ക് പറയാനില്ല, കാരണം അവർ നല്ലത് തന്നെ ചെയ്യട്ടെ. അവർ കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഇത് കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു പയ്യനെ കൊന്നു കളഞ്ഞിട്ട് വന്നിട്ട് പറയുകയാണ് അത് ഷോറൂം ജീവനക്കാരുടെ ഈ ഒരു ആരോപണം തെറ്റാണെന്ന്. എന്ത് യോഗ്യതയാണ് നിനക്ക് പറയാനുള്ളത്? ആ ഒരു പയ്യനെ കൊന്നതിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇവൻ അവിടുത്തെ പ്രസ്ഥാനത്തിലുള്ളവനല്ല, അല്ലെങ്കിൽ ഇവൻ ഈ ഹെഡ് ലോഡ് വർക്കിൽ പെടുന്നവനല്ല, അല്ലെങ്കിൽ CITU അല്ല ചെയ്തതെന്ന് ഇനി പറഞ്ഞു വരുത്താം. ഞാൻ ഇന്നലെ പറഞ്ഞു, കേസ് CITU അവർ വണ്ടി ഇറക്കിയതുകൊണ്ട് സംഭവിച്ചതല്ല, ആ വാഹനത്തിന്റെ പിഴവുമല്ല, പുറകിൽ നിന്ന് കൈ കാണിച്ച് സിഗ്നൽ കൊടുക്കേണ്ട ആളുകൾ കൊടുക്കാത്തതിന്റെ ഫലമായിട്ട് സംഭവിച്ചതാണെന്ന് വരെ പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന യുവാവ് വാഹനം പുറമോട്ട് പോയ സമയത്ത് വാഹനം തള്ളിപ്പിടിക്കാനായിട്ട് മുന്നിലേക്ക് വന്നപ്പോൾ അതിൽ സംഭവിച്ച കാര്യമാണെന്ന് വേണമെങ്കിൽ ഉമർ പറഞ്ഞു തീർക്കും. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ അധീനതയിൽ വരുന്നതാണല്ലോ CITU എന്ന് പറയുന്ന ഒരു യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ വരുള്ളൂ. അത് പുലിയെ എലിയാക്കും, ആനയെ കുഴിയാനയാക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള പരിപാടികൾ ഇനിയും വരാം. നമുക്കതൊക്കെ കാണാം, വഴിയെ കണ്ടിരിക്കുക. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും. അപ്പോൾ ബാക്കിയൊന്ന് കേട്ട് നോക്കാം. പിന്നെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധന്മാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് CITUവിന്, ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU മാത്രമല്ല, ജില്ലയിലെ CITU പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. പണിയെടുക്കാതെ കൂലി വാങ്ങുന്നതിനോട് സംസ്ഥാനത്ത് തന്നെ ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ലാത്തതാണ്. ബന്ധപ്പെട്ട അധികാരികൾ, ക്ഷേമനിധി ബോർഡ്, ലേബർ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് തുടങ്ങിയ എല്ലാ ഏജൻസികളും ഏകോപിച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടതാണെന്നാണ് CITUവിന്റെ അക്കാര്യത്തിലുള്ള അഭിപ്രായം. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഞാൻ ഈ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, അതായത് നോക്കുകൂലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ പ്രശ്നം ഉണ്ടാക്കി, സമരം വരെ ഉണ്ടാക്കി. അപ്പോൾ ഇതിനെതിരെ സംസാരിക്കാനായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറയാനായിട്ട് ഒരു നേതാവിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. അതിനുശേഷം ഒരിടത്തല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല ഇതെന്ന് പറയുന്നത്. ഒരു സാധനം ഇറക്കാൻ പോകുമ്പോൾ അതിന് കയ്യൂക്കും ആർജവുമുള്ള ആണുങ്ങൾ ആ കുടുംബത്തിലുണ്ടായിട്ട് പോലും ആ സാധനം നിങ്ങൾ ഇറക്കണ്ട, ഞങ്ങളുടെ പണിയാണ്, ഞങ്ങൾ ഇറക്കും, ഞങ്ങൾക്ക് ആ പൈസ തരണം. ഇറക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുകൂലിയെങ്കിലും തരണം, അല്ലെങ്കിൽ ആ സാധനം ഇറക്കണം, ചീത്തയിപ്പോട്ടെ, എന്നാലും ഒരു കോപ്പുമില്ല എന്ന് പറയുന്ന ഇവന്മാർക്കെതിരെ ഒരു ചെറുവരുത്ത
പേരിലെങ്കിലും നീക്കി അനക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഒരു പ്രശ്നം നടന്നതിൻ്റെ പേരിൽ വന്നിട്ട് പറയാണ് ഇങ്ങനെ ചെയ്യുന്ന, അതായത് ഈ പറയുന്ന നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന്. മിണ്ടാതെ ഒരു സൈഡിൽ ഇരുന്നാൽ പോരായിരുന്നു. നിങ്ങളാണ് തെറ്റുകാരെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ വന്ന് ഈ ന്യായീകരിക്കുമ്പോൾ, അതിന് മുകളിൽ ഈ വെള്ള പൂശുമ്പോൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആ ഷോറൂമുകാരുമായിട്ട് അടിയുണ്ടാക്കിയവൻ കയറിയിരുന്ന് വണ്ടി ഓടിച്ചിറക്കിയതായിരിക്കണം ഒരു പക്ഷേ, അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവനെതിരെ തക്കതായിട്ടുള്ള ശിക്ഷ എടുക്കണം. അവനെ ഈ വധശ്രമത്തിന് അല്ലെങ്കിൽ ഈ കൊലപാതക കുറ്റം ചുമത്തി തന്നെ അവനെ അകത്തിടണം. അവൻ പുറംലോകം കാണരുത്. ഇവന്മാരെ പോലെയുള്ളവന്മാരെല്ലാം കണ്ടു പഠിക്കണോ ഇത്, ഇങ്ങനത്തെ തന്തയിലും ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മരണം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇടപെട്ടിരിക്കുന്നു. ഈ അസോസിയേഷനും ഒപ്പം തൊഴിലാളി സംഘടനകളും CITU ഉൾപ്പെടെയുള്ളവരുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഏത് തലത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ? അഭിലാഷ്, നമുക്കറിയാം കേരളത്തിൽ ഏറെ നാളുകളായിട്ട് ഈ തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ തൊഴിലാളി സംഘടനകളുടെ ഇടപെടലുകൾ മൂലം കേരളത്തിൽ ഒരു തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷവും ഇല്ലെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആരോപണവും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അപകട സാഹചര്യവുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഞായറാഴ്ചയാണ് കൊച്ചിയിലുള്ള ഒരു വാഹന ഡീലർഷിപ്പ് യാർഡിലേക്ക് ഒരു ട്രക്കിലെത്തിയ വാഹനം ഇറക്കുന്നതിനിടെ ആ ഷോറൂം ജീവനക്കാരനായിട്ടുള്ള യുവാവ് മട്ടാഞ്ചേരി സ്വദേശിയാണ് അപകടത്തിൽ മരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആ വാഹനം, അതായത് ട്രക്കിൽ ഷോറൂമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളിൽ ആഡംബര കാറുകളിൽ ഒന്ന് താഴേക്ക് ഇറക്കിയത്, അതായത് ട്രക്കിൽ നിന്നും താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഡ്രൈവ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ വാഹനം ഓടിച്ചിരുന്നത് ഒരു ചുമട്ട് തൊഴിലാളിയാണ് എന്നതാണ് ഒരു ആരോപണം. പക്ഷേ ഇക്കാര്യം പരസ്യമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് ഈ ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനത്തിന് ഉടമകളോ അതല്ലെങ്കിൽ മറ്റാരും തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഒരു ആരോപണമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഡീലേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു ആരോപണമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വാഹനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ചുമട്ട് തൊഴിലാളി സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുകയും അവർക്ക് അതിന് അവസരം നൽകണമെന്ന് കൃത്യമായിട്ട് ഒരുപക്ഷെ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആഡംബര കാറുകൾ ഇറക്കുന്നതിന് ഏതാണ്ട് 4000 രൂപ വീതവും, അതുകൂടാതെ സാധാരണ ചെറുകിട കാറുകൾ ഇറക്കുന്നതിന് ഏതാണ്ട് 2000 രൂപ വരെയും ഇത്തരത്തിൽ ഇറക്കുകൂലിയായിട്ട് ആവശ്യപ്പെടാറുണ്ട്, അത് നൽകാറുമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു വിദഗ്ധരായിട്ടുള്ള ഡ്രൈവർമാരെ ഇത്തരത്തിൽ വാഹനം ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഡീലർമാർ വിനിയോഗിക്കുകയാണെങ്കിൽ പകരം നോക്കുകൂലി ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് നൽകേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഒരു അപകടം നിറഞ്ഞ വളരെയധികം സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ളതാണ് ഇത്തരത്തിൽ ട്രക്കുകളിൽ നിന്നും കാറുകൾ താഴേക്ക് ഇറക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വൈദഗ്ധ്യമുള്ളവരെ നിയോഗിക്കണം, അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നതാണ് ഈ വാഹന ഡീലേഴ്സ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണുകയും കണ്ടില്ലേ, ഒരാൾ മരണപ്പെടേണ്ടി വന്നു ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെ ആരും ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേറൊരു വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാവുന്നത്. അതായത് ഈ CIT എന്ന് പറയുന്ന ഈ തൊഴിലാളി യൂണിയന്റെ ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊക്കെ എന്തോ മൂഞ്ചാനിരിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ തന്തയില്ലായ്മകൾ അവരുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ചെയ്യുമ്പോൾ അവരെ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ വെള്ളയൊക്കെ ഇട്ടിരിക്കുന്നത്? ആരെ പറ്റിച്ച് കാശുണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ രാവിലെ ഇറങ്ങുന്നത്. നേരത്തെ ഓട്ടോക്കാരായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ CIT എന്ന് പറയുന്ന യൂണിയനാണ് പ്രശ്നം. ഇവന്മാരെ എല്ലാം പണിയിൽ നിന്ന് പിരിച്ചു വിടുക തന്നെ വേണം, ഒരു പണിയും കൊടുക്കണ്ട. വേണമെങ്കിൽ പോയി കൂലിപ്പണി കണ്ടുപിടിച്ച് ചെയ്യട്ടെ. എത്രയോ പേര് ഒരു പണിയും ഇല്ലാതെ കൂലിപ്പണിയും ചെയ്ത് ഈ ഓട വൃത്തിയാക്കാനൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ പണിക്കാരുടെ അന്തസ്സുണ്ട്. ആ മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് ഒരു നീതിയും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ചെയ്ത തന്തയില്ലായ്മയ്ക്കെതിരെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം, അവന് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ഇതോടുകൂടി കൊള്ളരുതായ്മകൾക്കെല്ലാം ഒരു അറുതി വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇവന്മാർ ചെയ്യുന്ന തന്തയില്ലായ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ പുച്ഛം തന്നെയാണ്. കേരള മുഖ്യ ഒന്ന് ഇടപെടൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഇടപെടണം. അല്ലാതെ ഈ കാശുള്ളവൻ്റെ അവിടെ ഇവിടെയും താങ്ങിയിട്ട് വലിയ പേരും പ്രശസ്തിയും പിടിച്ചു പറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ ഈ ഒരു ജീവനോടെ പൊലിയില്ലായിരുന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ ഒരു കണ്ണ് ഈ ഒരു കാര്യത്തിലൂടെ വേണം. വേണ്ടതായ തക്കതായ ശിക്ഷ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ തക്കതായ നടപടികൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ചെയ്യുന്നവന്മാരെ പിടിച്ചകത്തിടാൻ തന്നെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.